മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ജാനുവരി 24th നമുക്ക് എക്സാം വരുന്നത്. സോ നമ്മൾ ഒരു 15 days സ്റ്റഡി പ്ലാനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഈ കോഴ്സിന് നേരത്തെ തന്നെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിച്ച് അവർ ഏകദേശം ഒരു ഫൈനൽ ഫേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ പഠിക്കാത്തവരോ അതല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഇനി ഒരു റിവിഷൻ വേണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു 15 days കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന് ജാനുവരി 8th മുതൽക്ക് നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസം ഓരോ മോഡ്യൂൾ എന്നുള്ള ആ സ്റ്റഡി പ്ലാനും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം എന്നുള്ളവർക്ക് റിവിഷനും, അതല്ല ഇതുവരെ പഠിച്ചിട്ടില്ല ഇനി പഠിക്കണം എന്നുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4460 കാൻഡിഡേറ്റ്സ് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 10 വേക്കൻസി ആണ് അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എക്സാമിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിച്ചിനി ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് എക്സാമിനുള്ളൂ. അപ്പൊ ആ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റഡി പ്ലാനും കൂടെ നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ജാനുവരി 8th മുതലാണ് നമ്മുടെ സ്റ്റഡി ഗോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാനുവരി 8th മോഡ്യൂൾ 1. ഇപ്പൊ മോഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മോഡ്യൂൾ 1 ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് മോഡ്യൂൾ 1 സിലബസ് അനുസരിച്ചുള്ള ലെക്ചേഴ്സും MCQസും നോട്ട്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ജാനുവരി 9th മോഡ്യൂൾ 2, ജാനുവരി 10th മോഡ്യൂൾ 3, ജാനുവരി 11th മോഡ്യൂൾ 4, 12th മോഡ്യൂൾ 5, January 13 module 6, January 14 module 7, January 15th module 8, January 16th module 9, January 17th module 10. അപ്പൊ ജാനുവരി 17th ആകുമ്പോഴത്തേക്ക് മോഡ്യൂൾ 10th മോഡ്യൂൾ വരെ നമ്മുടെ കഴിയും. ഓരോ ദിവസം നിങ്ങൾ ഓരോ മോഡ്യൂൾ വെച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുൾ ഡേ നിങ്ങൾ എഫേർട്ട് എടുത്ത് ഒരു മോഡ്യൂൾ പഠിക്കുക. റിവിഷൻ ചെയ്യുന്നവരാണെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ജാനുവരി 18th മുതൽ നമ്മൾ റിവിഷൻ ആണ്. ദാറ്റ് മീൻസ് റിവിഷൻ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതായത് ഓരോ മോഡ്യൂളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡ്യൂൾ 1 and 2 ടെസ്റ്റ് അന്ന് ചെയ്യുക. അപ്പോൾ മോഡ്യൂൾ 1 and 2 ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസേഴ്സ് പഠിക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതൊരു ഒരു സെക്കൻഡ് റിവിഷൻ, ഫസ്റ്റ് റിവിഷൻ ചെയ്തവർക്ക് ഒരു സെക്കൻഡ് റിവിഷനും കൂടെ ആയിരിക്കും. Then January 19th module 3 and 4, January 20th module 5 and 6, January 21st module 7 and 8, January 22nd module 9 and 10. അതായത് ജാനുവരി 22nd ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ റിവിഷനും എല്ലാ മോഡ്യൂളിലെയും ടെസ്റ്റും ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് ഡേ ബിഫോർ എക്സാം ജാനുവരി 23rd നിങ്ങൾ കമ്പൈൻ ടെസ്റ്റ് ചെയ്യുക. കമ്പൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 100 മാർക്സിന് എങ്ങനെയാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അതേപോലെ ഓരോ മോഡ്യൂളിൽ നിന്നും അതിന്റെ അനുസരിച്ചുള്ള വെയിറ്റേജ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള നമ്മുടെ കമ്പൈൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ഫൈനൽ ടെസ്റ്റ് നിങ്ങൾക്ക് ജാനുവരി 23rd ചെയ്യാനും സാധിക്കും. സോ നമ്മളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോള് നിങ്ങൾക്ക് ഷെയർ ചെയ്യും ജാനുവരി 8th മുതൽക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാത്രം മതി എന്ന് വിചാരിക്കാം. നമ്മുടെ ഈ കോഴ്സിന് വെക്കുന്ന നമ്മുടെ നോട്ട്സ് ആൻഡ് MCQs മാത്രമായിട്ട് നമുക്ക് കോഴ്സ് ഉണ്ട്. ദെൻ നോട്ട്സ് ആൻഡ് MCQ ടെസ്റ്റ് സീരീസും മാത്രമായിട്ടും കോഴ്സ് ഉണ്ട്. ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടും കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡിസൈഡ് ചെയ്യുക ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് ഒരു 2 ആഴ്ച മാത്രമേ സമയമുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിന് ജോയിൻ ചെയ്താലാണ് എക്സാമിന് അത് യൂസ്ഫുൾ ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ദിവസം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പഠിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു.